നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിലെത്തിയിട്ട് 6 മാസവും 4 ദിവസവും ഇക്കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ആസ്ഥാനത്തുണ്ടായത് അതിനാടകീയ നിമിഷങ്ങൾ. ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് 19 കൗൺസിലർമാർ ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്കായി കോർപ്പറേഷൻ ഓഫീസിലെത്തിയത്. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണ്, സുഗതനെ പുറത്താക്കണം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് 16 LDF കൗൺസിലർമാർ രാവിലെ തന്നെ കോർപ്പറേഷനിൽ സമരം ആരംഭിച്ചു. മേയറുടെ ഓഫീസാണ് സമരക്കാർ ഉപരോധിച്ചത്. ചേംബറിലേക്ക് കടന്നുവരാൻ VV രാജേഷ് ഉപയോഗിക്കുന്ന വഴി അടച്ചുകൊണ്ടാണ് LDF കൗൺസിലർമാർ അവിടെ ഇരിപ്പുറപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:10 കോർപ്പറേഷൻ ആസ്ഥാനത്ത് മേയർ VV രാജേഷ് എത്തി. അദ്ദേഹത്തെ കുറേയധികം BJP കൗൺസിലർമാർ കാത്തു നിൽക്കുന്നു. അവർക്കൊപ്പം ചേംബറിലേക്ക് പതിവായി ഉപയോഗിക്കുന്ന വഴിയിലൂടെ മേയർ VV രാജേഷ് കടന്നു വന്നു. മറ്റു ചിലർ അദ്ദേഹത്തോട് പിന്നാമ്പുറത്തുള്ള വഴി ഉപയോഗിക്കാൻ ഉപദേശിച്ചു. മേയറെ കണ്ടതോടെ LDFകാർ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. മേയർ ഗോബായ്ക്ക് എന്നായിരുന്നു അവർ മുദ്രാവാക്യം വിളിച്ചത്. കൗൺസിലർമാരെ പുറത്താക്കണമെന്നും സുഗതനെ പുറത്താക്കണമെന്നും മുദ്രാവാക്യത്തിന് മൂർച്ച കൂടി. മറ്റൊരു വാതിൽ വഴി അകത്തേക്ക് കടക്കാം. എങ്കിലും മേയർ VV രാജേഷ് താൻ പതിവായി ഉപയോഗിക്കുന്ന വഴിയിലൂടെ ചേംബറിലെത്തൂ എന്ന് നിശ്ചയിച്ചു. നേരെ മുന്നോട്ടാഞ്ഞു. മാറട എന്ന് മേയർ ആക്രോശിച്ചുവെന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത്. മേയർ മുന്നോട്ട് തന്നെ. അതെ, മാറട എന്നുള്ള ഭാവമായിരുന്നു അന്നേരം VV രാജേഷിന്. അതുതന്നെയല്ലേ വേണ്ടത്? തൻ്റെ വഴിയടച്ചവരോട് മാറി നിൽക്കാൻ പറയുന്ന മേയർ VV രാജേഷിൻ്റെ മുഖം. വഴിയിൽ ഇരുപ്പുറപ്പിച്ച ഏതാനും LDF കൗൺസിലർമാർക്കിടയിലൂടെ മേയർ VV രാജേഷ് മുന്നോട്ടാഞ്ഞു. ഇത് LDF കൗൺസിലർമാർ തടഞ്ഞു. ഇതോടെ വലിയ ഉന്തും തള്ളും. ഇതിനിടയിൽപ്പെട്ട ചില മാധ്യമപ്രവർത്തകർ അവിടെ ഇരുപ്പുറപ്പിച്ച LDF കൗൺസിലർമാരുടെ മുകളിലേക്ക് വീണു. ഇതോടെ നിലത്തിരിക്കുന്ന കൗൺസിലർമാരുടെ ദേഹം തൊന്തു. അവരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് കേട്ടത് കൂട്ടക്കരച്ചിൽ. ചിലർ ആക്രോശത്തോടെ ചാടി എഴുന്നേറ്റു. ഇതിനിടയിൽ മേയർ VV രാജേഷ് നിലംപൊത്തി. നിലത്തുനിന്ന് വീണ മേയർക്ക് നേരെ വീണ്ടും ഉന്തും തള്ളും. പിന്നീട് രണ്ടാമതും മേയർ താഴേക്ക് തന്നെ പതിക്കുന്നു. എഴുന്നേൽക്കാൻ പലതവണ ശ്രമിച്ചു, എന്നാൽ കഴിഞ്ഞില്ല. കൂട്ടപ്പൊരിച്ചിൽ. സന്ദർശകർക്കായി നിരത്തിയ കസേരയുടെ വക്കിൽ ഇതിനിടെ തലയിടിച്ച് LDF അംഗവും സ്ഥിരസമിതി അംഗവുമായ സിന്ധു ശശിയുടെ നെറ്റിപൊട്ടി. ചോര ചീറ്റിയതോടെ LDFകാർക്ക് വീണ്ടും കലിപൊട്ടി. പിന്നീട് ശക്തമായ സംഘർഷം, ഉന്തും തള്ളും. ഒടുവിൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മേയർ VV രാജേഷ് ചികിത്സ തേടി. LDF അംഗങ്ങളിൽ ചിലരെ പോലീസാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്, മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ GS മഞ്ജു, BJP കൗൺസിലർമാരായ RC ബീന, ജയ രാജീവ്, PS മിനി, ഗിരികുമാർ, ദീപ S നായർ, ശ്രുതി എന്നിവരും LDF അംഗങ്ങളായ വഞ്ചൂർ P ബാബു, ശ്രീകുമാർ, RP ശിവജി, SS സിന്ധു, രാഖി രവികുമാർ, വീണ, കുമാരി, TK രഞ്ജിത്ത് എന്നിവരൊക്കെ ചികിത്സ തേടി. മ്യൂസിയം പോലീസ് കേസെടുത്തു. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. നിരവധി CPM നേതാക്കൾക്കെതിരെയും കേസുണ്ട്. LDF കൗൺസിലറുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് എടുത്ത കേസിൽ മേയറും ഡെപ്യൂട്ടി മേയറും പ്രതികൾ. BJPയുടെ പരാതിയിൽ ഇടത് കൗൺസിലർമാരാണ് പ്രതികൾ. സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്. BJP കൗൺസിലർമാരുടെ പരാതിയിൽ LDFന്റെ 18 കൗൺസിലർമാരെ പ്രതി ചേർത്തു. പ്രധാനപ്പെട്ട കൗൺസിലർമാരൊക്കെ പ്രതികൾ. LDF കൗൺസിലറുടെ പരാതിയിൽ മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയറും പ്രതികൾ. ഈ പരാതിയിലും പ്രധാന BJP കൗൺസിലർമാരൊക്കെ പ്രതിപ്പട്ടികയിലുണ്ട്. പരിക്ക് പറ്റിയ ആശുപത്രിയിലായ മേയർ VV രാജേഷിന്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. അതിക്രമിച്ചു കയറൽ, ആക്രമിക്കൽ, മർദ്ദനം പോലുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കാപ്പ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ R സുഗതനെ പുറത്താക്കും വരെ സമരം തുടരുമെന്നാണ് LDFന്റെ നിലപാട്. R സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് തലസ്ഥാനം കടക്കും എന്ന് LDF നേതാക്കൾ പറയുന്നു. എന്നാൽ പ്രതിഷേധങ്ങളെ പരസ്യമായി തങ്ങൾ എതിർക്കും എന്ന് നിലപാടെടുത്തിരിക്കുകയാണ് BJP. കയ്യൂക്ക് കാട്ടിയുള്ള ഉമ്മാക്കി ഇനി തങ്ങളോട് വേണ്ട. ശക്തമായ പ്രതിരോധം തീർക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചു. AKG സെൻറ്ററിലിരുന്ന് നിർദ്ദേശം കൊടുക്കുന്നവരെയും തങ്ങൾ തൂക്കും.
തലസ്ഥാനത്ത് നേർക്കുനേർ നിൽക്കുകയാണ് BJP CPM. സുഗതനെതിരായി കാപ്പ കുറ്റം ചുമത്തിയ നടപടി സർക്കാർ അംഗീകരിച്ചു. എങ്കിലും കാപ്പ ഉപദേശക സമിതിയുടെ അന്തിമ തീരുമാനത്തിനായി കാക്കുകയാണ്. അതും തിരിച്ചടിയായാൽ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം BJP നടത്തുന്നു. പുറകിലത്തെ ഗേറ്റിലൂടെ കടക്കാനല്ല താൻ മേയറായത്, അതൊക്കെ അങ്ങ് AKG സെന്ററിൽ പറഞ്ഞാൽ മതി. കോർപ്പറേഷനിലോ തലസ്ഥാനത്തോ ഗുണ്ടായിസം അനുവദിക്കില്ല എന്ന് മേയർ VV രാജേഷ് പറയുന്നു. പുറകിലെ ഗേറ്റിലൂടെ അകത്ത് കടക്കാനല്ല താൻ മേയറായത്, അതൊക്കെ AKG സെന്ററിൽ പറഞ്ഞാൽ മതി. കോർപ്പറേഷനിൽ ഗുണ്ടായിസം നടക്കില്ല എന്ന് മേയർ VV രാജേഷ് കട്ടയ്ക്ക് പറയുന്നു. എന്റെ കാലിന് നല്ല പരിക്കുണ്ട്, മേയറോട് ഓഫീസിൽ കയറാൻ പറ്റില്ല എന്ന് പറയാൻ ഇവന്മാരാരാണ്? ജനാധിപത്യപരമായി സമരം ചെയ്യാം, പക്ഷെ ഗുണ്ടായിസം അനുവദിക്കില്ല. എൻ്റെ ചെരുപ്പ് പോലും അവിടെ നഷ്ടപ്പെട്ടു. ഇവരുടെ മുദ്രാവാക്യത്തിന് കീഴടങ്ങി തിരിച്ചു പോകണമായിരുന്നോ താൻ എന്നാണ് VV രാജേഷ് ചോദിക്കുന്നത്. അതിന് തന്നെ നോക്കേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ BJP ഭരണസമിതി അവർക്കെതിരെ ദീർഘകാലമായി LDF ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സമരമുറകൾ ആവിഷ്കരിക്കുന്നു. എന്നാൽ കയ്യാങ്കളിയിൽ എത്തി നിൽക്കുന്ന പ്രതിഷേധമാണ് ഇന്നലെ തലസ്ഥാനത്ത് നമ്മൾ കണ്ടത്. മറുവശത്ത് BJPയുടെ സംസ്ഥാനതല നേതാക്കളും ഇന്നലെ ആലോചനാ യോഗം ചേർന്നു. CPMനെതിരെ ഇനി മൃദു സമീപനം വേണ്ട എന്നാണ് ഉന്നത BJP നേതാക്കളുടെ തീരുമാനം. കട്ടയ്ക്ക് തന്നെ അവരെ നേരിടുക. മറുവശത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരമാവധി നിയമ നടപടികൾ സ്വീകരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സംഭവ വികാസങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഖിന്നനാണ്. BJPയെ കൂടുതൽ വെറുപ്പിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് പിണറായിയോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. പിണറായിയുടെ ഭാവി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലാണ്. രണ്ടാം വട്ടം ഇക്കഴിഞ്ഞ ദിവസം വീണ വിജയനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഘട്ടം പിണറായി വിജയന് നേർക്ക് തന്നെ. അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണമാണ് മാസപ്പടിയായി വീണ വിജയൻ കൈപ്പറ്റിയത് എന്ന് ED മനസ്സിലാക്കി. മറുവശത്ത് EDയുടെ അതിശക്തമായ ചോദ്യം ചെയ്യലിൽ പല അബദ്ധങ്ങളും ജൽപ്പനങ്ങളായി വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി. കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയനെതിരായ നീക്കത്തിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBIയെ കേസേൽപ്പിക്കാനുള്ള സാധ്യതയേറുന്നു. CMRL എക്സാലോജി കേസിൽ രണ്ടാം വട്ടമാണ് ഇന്നലെ വീണ വിജയനെ ചോദ്യം ചെയ്തത്. നീണ്ട 10 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ വിജയനെ വിട്ടയച്ചു. എങ്കിലും മൂന്നാം വട്ടവും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തുമെന്നാണ് ED പറയുന്നത്. EDയുടെ ലക്ഷ്യം വ്യക്തമാണ്. വീണ വിജയനെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പിണറായി വിജയനിൽ അന്വേഷണം എത്തിക്കുകയാണ് EDയുടെ നീക്കം. നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ED തീരുമാനിച്ചു. വീണ വിജയന് CMRLുമായി കരാർ ലഭിച്ചതെങ്ങനെ എന്ന ചോദ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്ക് മുന്നിലിട്ടത്. പിണറായി ഭരണകാലത്ത് CMRLന് സർക്കാർ തലത്തിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടി? വീണയുടെ മൊഴികളിൽ കാര്യമായ പൊരുത്തക്കേടുകളുണ്ട് എന്ന് ED കണ്ടെത്തി. താൻ നൽകിയ സേവനങ്ങൾക്ക് പകരമായാണ് തുക കൈപ്പറ്റിയത് എന്ന് വീണ പറഞ്ഞു നോക്കിയെങ്കിലും അടപടലം ചീറ്റി. അതിനെ സാധൂകരിക്കുന്ന ഒരൊറ്റ തെളിവ് പോലും ഇന്നലെയും വീണയ്ക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ ED അന്വേഷണം കൂടുതൽ ഗൗരവമായ തലത്തിലേക്ക് മാറുന്നു. അടുത്തയാഴ്ച വീണ്ടും വീണയെ ചോദ്യം ചെയ്യും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ മൂന്നാം ചോദ്യം ചെയ്യലിനെ തുടർന്നാവും എന്ന് വ്യക്തം. എന്നാൽ മൂന്നാം ചോദ്യം ചെയ്യലിൽ പിണറായി വിജയനെ കൂടി മൊഴിയെടുക്കലിനായി വിളിപ്പിച്ചു വരുത്തുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ BJPയുടെ മർമ്മത്ത് പിടിച്ച് അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ളത് കേവലമൊരു വാണിജ്യ ഇടപാടല്ല, മറിച്ച് അഴിമതിയാണ് എന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRലിന് കരാർ ഉറപ്പിക്കുന്നതിൽ അന്നത്തെ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്ന കണ്ടെത്തലാണ് ഏറെ നിർണായകം. അഴിമതിയുടെ പരിധിയിൽ വരുന്ന ഈ കേസ് CBIക്ക് കൈമാറി കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. CMRL എക്സാലോജി കേസിൽ സാഹൂതം നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മറുവശത്ത് ആഭ്യന്തര വകുപ്പും. കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല പിണറായിക്ക്. ED പിടിച്ചെടുത്ത 134 രേഖകളും വീണയുടെ മൊഴികളും തന്നെയാണ് ഏറ്റവും വലിയ കുരുക്ക്. മറുവശത്ത് വീണ വിജയന്റെ ആയുർവേദ ജംഗ്ഷനിലുള്ള HDFC ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ ചില തെളിവുകൾ എല്ലാം ചെന്നെത്തുന്നത് പിണറായിലേക്ക്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി ഒടുവിൽ അഴിമതിക്കേസിൽ കുടുങ്ങുമോ എന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. അവിടെയാണ് ഇപ്പോൾ BJPയുടെ തല ചവിട്ടി അവരെ നോവിച്ചിരിക്കുന്ന സംഭവം. വീണയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു. 2016 ശേഷം ഏതൊക്കെ ആസ്തികൾ
വീണ വിജയനിൽ കൂടി. മറുവശത്ത് വീണ വിജയനുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങളും ED ഇപ്പോൾ അന്വേഷണ പരിധിയിലാക്കി. ഇതൊരു സാധാരണ കരാർ ഉറപ്പിക്കലല്ല, മറിച്ച് ആസൂത്രിതമായ അഴിമതി എന്ന നിരീക്ഷണമാണ് ED നടത്തിയിരിക്കുന്നത്. ഈ ഘട്ടം പിണറായി വിജയനെ സംബന്ധിച്ച് ഏറ്റവും അപകടകരം. അവിടെ BJP സംസ്ഥാന നേതൃത്വം കട്ടയ്ക്ക് പിണറായിക്കെതിരെ തിരിയുന്ന കാഴ്ച. AKG സെൻറ്ററിലിരുന്ന് BJP മേയറെയും കൗൺസിലർമാരെയും ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയവരെ കൂടി ഇപ്പോൾ കുടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പിണറായി വിജയനെ വീഴിക്കണം, CPMനെ ചിതറിക്കണം, എങ്കിൽ മാത്രമേ NDA കേരളത്തിൽ വളരൂ എന്ന് കൃത്യതയോടെ തിരിച്ചറിഞ്ഞു കേരളത്തിലെ BJP നേതാക്കൾ. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതനെ മുൻപ് നടന്ന 2 കോർപ്പറേഷൻ യോഗങ്ങളിലും പങ്കെടുത്തില്ല എന്ന വാദം ശരിയല്ലെന്ന് തെളിഞ്ഞു. മെയ് 27-നും മെയ് 12-നുമായിരുന്നു അവസാന 2 കൗൺസിൽ യോഗങ്ങൾ ചേർന്നത്. ഇതിൽ 27-ലെ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തുവന്നു. ചുരുക്കത്തിൽ ഒരു യോഗത്തിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാത്തത്. സുഗതനെ പുറത്താക്കി ഭരണം അട്ടിമറിക്കുകയാണ് CPMന്റെ ലക്ഷ്യം. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയോ അവധി അപേക്ഷ നൽകാതിരിക്കുകയോ ചെയ്താൽ 4ാമത്തെ യോഗത്തിൽ അംഗത്തെ അയോഗ്യനാക്കാം എന്നാണ് മുനിസിപ്പൽ നിയമത്തിലെ വ്യവസ്ഥ. അതുകൊണ്ട് തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിലും സുഗതന്റെ കൗൺസിലർ സ്ഥാനം തൽക്കാലം നഷ്ടപ്പെടില്ല. ഇനിയുള്ള 2 കൗൺസിൽ യോഗങ്ങളിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ അയോഗ്യത സംബന്ധിച്ച് ആശങ്കയുണ്ടാകൂ. ഇതിനിടയിൽ ഏതു വിധേനയും കോടതിയിൽ നിന്ന് ജാമ്യം തരപ്പെടുത്തുകയാണ് BJPയുടെ ലക്ഷ്യം. സുഗതന്റെ ആദ്യ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. ജയിലിൽ കഴിയുന്നതിനാൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഒരു വശത്ത്. എങ്കിലും സുഗതന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് BJPക്ക്. സുഗതനെ പുറത്താക്കി ഭരണം പിടിച്ച CPMന് BJPയെ ഒതുക്കിക്കൂട്ടുക എന്ന ലക്ഷ്യവും കളികളുമായിരുന്നു തലസ്ഥാനത്ത്. അതിനെ മുച്ചൂട് പൊടിപ്പിക്കാൻ BJP തീരുമാനമെടുത്തു. നേർക്കുനേർവ എന്നതാണ് ഇപ്പോൾ BJPയുടെ ശൈലി. അണികളും കൗൺസിലർമാരും ആവേശത്തോടുകൂടി തലസ്ഥാനത്തെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ എത്തി നിൽക്കുന്നു. മറുവശത്ത് CPMനെ അടിമുടി വെട്ടിലാക്കുന്ന നിരവധി സംഭവങ്ങൾ. എല്ലാറ്റിനും മുകളിൽ പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിൻ്റെ വാൾ. അതുതന്നെയാണ് ഏറ്റവും വലിയ കുരുക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.